Hello all, welcome to iPlus Training Solutions. എക്കണോമിക്സിൽ പിജിയും സെറ്റും യോഗ്യതയുമുള്ള വിദ്യാർത്ഥികളാണോ? അല്ല, ഉദ്യോഗാർത്ഥികളാണോ നിങ്ങൾ? എങ്കിൽ ഇതാ അധ്യാപകരാകാനുള്ള ഒരു സുവർണ അവസരം വന്നെത്തിയിരിക്കുകയാണ്. അതെ, HSSC എക്കണോമിക്സ് നോട്ടിഫിക്കേഷൻ, PSC നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരാൻ പോവുകയാണ്. അതിനായി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ സെഷനാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോ HSSC എക്കണോമിക്സ് പരീക്ഷ എന്ന് പറയുന്നത് PG ക്വാളിഫിക്കേഷൻ ഉള്ള ഏതൊരു വിദ്യാർത്ഥിയുടെയും ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും. കാരണം അതെ, PG സെറ്റ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും ഉന്നതമായ ഒരു മേഖല തന്നെയാണ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ എന്നുള്ളത്. ഉയർന്ന സാലറി സ്കെയിലിൽ വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും ഇത്. നമുക്കറിയാം, സ്കൂൾ ടീച്ചിങ് ലെവലില് ഏറ്റവും ഉയർന്ന സാലറി സ്കെയിൽ വരുന്നത് ഹയർ സെക്കൻഡറിയിൽ തന്നെയാണ്. HSCയും ഒക്കെ പ്രിപ്പയർ ചെയ്ത ഉദ്യോഗാർത്ഥികളൊക്കെയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ പരീക്ഷയും ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. അത്രയും ഉയർന്ന സാലറി സ്കെയിൽ മാത്രമല്ല, ഉയർന്ന റെപ്യൂട്ടേഷൻ ഉള്ള അല്ലെങ്കിൽ കുട്ടികളോട് നേരിട്ട് ഇടപഴകിക്കൊണ്ട് പുതുതലമുറയെ വാർത്തെടുക്കാൻ കിട്ടുന്ന ഒരു വലിയ അവസരമാണിത്. ടീച്ചിങ് പാഷൻ ആയിട്ട് കൊണ്ടു നടക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു അവസരം എന്ന് പറയുന്നത് ഏറെ വിലപ്പെട്ടതാണ്. B.Ed കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ B.Edന് പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ ടീച്ചിങ് പ്രാക്ടീസിന് ഒക്കെ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉള്ളിന്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും അല്ലെ, ഒരു പെർമനന്റ് സർവീസിൽ കയറുക എന്നുള്ളത്. അതിനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്വപ്നത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ iPlusഉം ഒപ്പം തന്നെ ഉണ്ട്. അപ്പോ HSSC എക്കണോമിക്സിന്റെ പ്രിപ്പറേഷൻ എങ്ങനെ തുടങ്ങണം എന്ന് വിചാരിച്ച് നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഇയർ ഗ്യാപ്പോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലുള്ള ഉദ്യോഗാർത്ഥികളെയും നമ്മൾ പരിഗണിക്കണമല്ലോ. അതുകൊണ്ട് പറയുകയാണ്, ആദ്യമേ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഇയർ ഗ്യാപ്പ് PG കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സെറ്റ് ക്വാളിഫൈ ചെയ്തിട്ട് ഓർ B.Ed കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ഇയർ നിങ്ങൾക്ക് ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അധികം ഓർമ്മയോ അല്ലെങ്കിൽ ധാരണയോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും +1 +2 ടെക്സ്റ്റ് ബുക്കുകൾ തൊട്ട് തന്നെ തുടങ്ങുക. കാരണം എക്കണോമിക്സ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് അവിടെ നിന്നാണല്ലോ. അതുകൊണ്ട് +1 +2 SCERT NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും തന്നെ തുടങ്ങുക. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലെവലിൽ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബേസ് അവിടെ ഉറപ്പിക്കാം. എന്നിട്ട് ഡിഗ്രി ലെവലിലോട്ടും PG ലെവലിലോട്ടും വരിക. തീർച്ചയായിട്ടും HSSC പരീക്ഷയ്ക്ക് നെറ്റ് PG ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിരിക്കണം, നിർബന്ധമാണ്. അതുകൊണ്ട് ആ ലെവലിലോട്ട് നേരിട്ട് എത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലാണ് പറഞ്ഞത് +1 +2 തൊട്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ഇനി അല്ല, PG ഇയർ ഗ്യാപ്പ് ഒന്നും നമുക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ സെറ്റോ നെറ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിച്ചു വന്ന് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ നോളജ് ഉള്ള എക്കണോമിക്സ് റിലേറ്റഡ് നോളജ് ഇപ്പോഴും എവിടെയെങ്കിലുമൊക്കെ നമ്മളുടെ ബ്രെയിനിൽ ഉണ്ട് എന്ന് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിഗ്രി PG ലെവലിലോട്ട് നേരിട്ട് കടക്കാവുന്നതാണ്. അപ്പൊ പ്രിപ്പയർ ചെയ്യുമ്പോഴായിക്കോട്ടെ നമ്മൾ റെഫർ ചെയ്യേണ്ടത് എക്കണോമിക്സിന്റെ റൗണ്ട് ഓതേഴ്സിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ തന്നെ ആയിരിക്കണം. മൈക്രോ എക്കണോമിക്സ് ആയിക്കോട്ടെ, മാക്രോ ആയിക്കോട്ടെ, ഇന്റർനാഷണൽ എക്കണോമിക്സ് ആയിക്കോട്ടെ, പബ്ലിക് ഫിനാൻസ് ആയിക്കോട്ടെ, ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെ എല്ലാ മേഖലകളും കവർ ചെയ്യുന്ന രീതിയിൽ ഏറ്റവും റൗണ്ട് ആയിട്ടുള്ള ഓതേഴ്സിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ, സ്റ്റാൻഡേർഡ് ഓതേഴ്സിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ തന്നെ റെഫർ ചെയ്യണം. ഒന്നിലധികം ടെക്സ്റ്റ് ബുക്കുകൾ തീർച്ചയായിട്ടും റെഫർ ചെയ്യണം. അത്തരത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ രീതി തന്നെ ആയിരിക്കണം നിങ്ങൾ അവലംബിക്കേണ്ടത്. കാരണം നമ്മളുടെ കൂടെ മത്സരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഒരേ ലക്ഷ്യത്തിനാണ് പ്രവർത്തിക്കുന്നത്, ഈ ഒരു പരീക്ഷയിൽ ഏറ്റവും ഉന്നതമായ റാങ്ക് മേടിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി. അപ്പൊ അവരുടെ കൂടെ അല്ല, അവരെക്കാൾ മുന്നേ നമുക്ക് ഓടിയെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള പ്രിപ്പറേഷൻസ് ഉടനെ തന്നെ തുടങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പൊ ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ റെഫർ ചെയ്യുന്ന രീതി ശരിയാണോ എന്ന് മനസ്സിലാക്കൽ. അതിന് നമ്മൾ എന്ത് വേണം? അതെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എത്രത്തോളം സോൾവ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സോൾവ് ചെയ്യുക. ഇനി ഇത് എവിടുന്നൊക്കെ കിട്ടും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്? ഒരു സംശയവും വേണ്ട, നമുക്ക്
ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സ്റ്റേറ്റിന്റെ ആയിക്കോട്ടെ, നെറ്റിന്റെ ആയിക്കോട്ടെ, ഇനി പല SSSC കഴിഞ്ഞ പരീക്ഷകളുടെയും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. കൂട്ടത്തില് PSC തന്നെ നടത്തിയിട്ടുള്ള മറ്റു പരീക്ഷകളിൽ എക്കണോമിക്സിന്റെ പോർഷൻസ് വരുന്ന ഏരിയാസ് ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞാല് റിസർച്ച് അസിസ്റ്റന്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, റിസർച്ച് ഓഫീസർ, ഇങ്ങനെയൊക്കെയുള്ള പരീക്ഷകളിൽ എക്കണോമിക്സ് ഭാഗങ്ങൾ 20 മാർക്കിനും ഒക്കെ ചോദിക്കാറുണ്ട്, 30 മാർക്കിനും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഒരു ഏരിയാസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു 20-30 കിട്ടുമെന്നുണ്ടെങ്കിലും നല്ല ക്വസ്റ്റ്യൻസ് ആയിരിക്കും, PSCയുടെ തന്നെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവയൊക്കെ തന്നെ. അതുകൊണ്ട് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും തന്നെ നിങ്ങൾ മിസ് ചെയ്യരുത്. ഒപ്പം തന്നെ മറ്റു പല യൂണിവേഴ്സിറ്റികളുടെയും MCQ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതിയിലുള്ള എക്സാംസ് ഉണ്ടാകും, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും തീർച്ചയായിട്ടും റെഫർ ചെയ്തിരിക്കണം. ഇത്രയൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏരിയ പറയാനുള്ളത്, റെഫർ ചെയ്യാനുള്ള ഏരിയ പറയാനുള്ളത്. കൂട്ടത്തിൽ തന്നെ ഈ പറഞ്ഞതുപോലെ നല്ല ഓതേഴ്സിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ എവിടുന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എവിടുന്നൊക്കെ എക്സ്ട്രാ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുമോ അവയെല്ലാം തന്നെ കളക്ട് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എക്കണോമിക്സിന് നമുക്കറിയാം SSSC പരീക്ഷയ്ക്ക് സബ്ജക്ട് പേപ്പറിൽ ഉള്ള ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പം ജനറൽ പേപ്പർ പഠിക്കുന്നതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തുകൊണ്ട് വേണം എക്കണോമിക്സ് പോർഷൻസ് പഠിക്കാൻ. കാരണം മാർക്ക് ഏറ്റവും അധികം വരുന്നത്, 70 മാർക്കോളം വരുന്നത് എക്കണോമിക്സ് ഏരിയയിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഒരിക്കലും എക്കണോമിക്സ് പോർഷൻസ് പഠിക്കാനുള്ള അല്ലെങ്കിൽ എക്കണോമിക്സ് പഠിക്കാനുള്ള സമയം അല്ലെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ട് തുടങ്ങാം എന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമുക്കറിയാം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 6 മാസം കാലാവധിയൊക്കെ ഉണ്ടാവുകയുള്ളൂ പരീക്ഷ നടക്കാനായിട്ട്. ആ 6 മാസം കൊണ്ട് ഓടിയെത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വലിയ കുറ്റബോധമായിരിക്കും നമുക്ക് പിന്നീട് ഉണ്ടാവുക. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പ്രിപ്പറേഷൻസ് തുടങ്ങിയായിരുന്നെങ്കിൽ എന്നുള്ളൊരു റിഗ്രറ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഉണ്ടാവരുത്. അതുകൊണ്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സമയം തന്നെയാണിത്. മെറ്റീരിയൽസ് മാക്സിമം കളക്ട് ചെയ്യുക, മാക്സിമം പഠിക്കുക, റിവിഷൻ ചെയ്യുക. പഠനത്തോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആണ് എത്രത്തോളം റിവിഷൻ ചെയ്യുന്നു എന്നുള്ളത്. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ റിവിഷൻ ചെയ്യുക. ഒപ്പം തന്നെ നല്ല കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കുക. അതെങ്ങനെയാണ് കിട്ടുക? നമ്മളോടൊപ്പം നമ്മളുടെ അതേ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒപ്പം ചേർന്ന് നമ്മളും പഠിക്കുമ്പോഴാണ് അവരെക്കാൾ എത്രത്തോളം മുന്നിൽ നമുക്ക് എത്താൻ സാധിച്ചു എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വരുന്നത്. അവരോടൊപ്പം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത്, അവരോടൊപ്പം മോഡൽ പരീക്ഷകൾ അറ്റൻഡ് ചെയ്ത് അതിൽ ഏറ്റവും ഉന്നതമായ സ്കോർ നിങ്ങൾക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുന്നിൽ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ഒരു കൂട്ടായ്മയോടുകൂടി വലിയ നിങ്ങളുടെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ നയിക്കാനായിട്ട് I+ഉം കൂടെ തന്നെയുണ്ട്. എല്ലാവർക്കും പ്രിപ്പറേഷൻസിലേക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ഈ ഒരു യാത്രയിൽ കൂടെ I+ഉം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.